വളരെ വളരെ ആഗ്രഹിച്ചിരുന്നു. അവസാന നിമിഷം വരെയും എൻ്റെ മക്കൾ അവിടെ പോകണമെന്ന് നിർബന്ധം കാണിച്ചിരുന്നു. പക്ഷേ ശാരീരിക അസ്വസ്ഥത നിമിത്തം വരാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തു തന്നെ വരുമെന്ന് നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ശിഫ നീ നൽകണേ അല്ലാഹ്. ആ തണലിൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ആളുകളെ വശീകരിക്കാനല്ല, മറിച്ച് ഈ പ്രസ്ഥാനം മഹാനായ ശ്രീഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് കുട്ടിക്കാലം തൊട്ടേ അവർ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും സദാ സമയത്തും ജാതി മതഭേദമന്യേ സർവ മനുഷ്യരെയും ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ്. ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ 17 സ്ഥലങ്ങളിലും സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ ഈ ആൾക്കൂട്ടം മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വ്യാപാരി വ്യവസായികളെയും സാമൂഹ്യ സാംസ്കാരിക നായകരെയും ഇവിടത്തെ ഉന്നത വിദ്യാ സമ്പന്നരും വിളിച്ചു വരുത്തി സ്നേഹവിരുന്ന് നടത്തി അവരോട് വയനാടിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഞങ്ങൾ അത് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരുകളെ അറിയിച്ച് മീഡിയ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നു. എല്ലാം ഈ കേരള യാത്ര കഴിഞ്ഞ് ഓരോ ജില്ലയുടെയും ആവശ്യങ്ങൾ അതാത് എല്ലാം ക്രോഡീകരിച്ച് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ അറിയിക്കുക തന്നെ ചെയ്യും, നേതൃത്വത്തെ അറിയിക്കുക തന്നെ ചെയ്യും. വയനാട് ലോകത്തെല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി, ഇവിടുത്തെ മണ്ണിന്റെ കായ്കനികളുടെ ഗുണമേന്മ, സർവോപരി വയനാട്ടുകാരുടെ നിഷ്കളങ്കമായ സ്നേഹങ്ങൾ, സൽക്കാരങ്ങൾ. വയനാട്ടിലേക്ക് എപ്പോഴും വരാനും വന്നാൽ പോകാതിരിക്കാനുമാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ പല വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും കേരളത്തിന്റെ സൗന്ദര്യം വയനാട് ബോധ്യപ്പെടും.